പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോനാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടുപോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടുപോകാനുള്ള വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ, ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തവർ, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസ്ഥൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിന്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയത്തിൽ ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ടത് ദൈവം ഭാവി കാലത്തെ എങ്ങനെ നമ്മുടെ ഭാവി കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഹവയോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്?
പക്ഷെ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ചാൻസ് കൊടുക്കുന്നത്. അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ വഴിക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞ കാരണം അത് മനസ്സിലായില്ല. അനുദപിക്കാൻ അവസരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരും എന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും, പക്ഷെ മനസ്സിലാവത്തില്ല ചിലർക്ക്. അതാണ് വിഷയം. ഇപ്പം നമ്മുടെ മുതിർന്നവർ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി നമ്മൾ ചെയ്തു. ഇപ്പം ചിലപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ ചോദിക്കണത്. എനിക്ക് വേറെ പടിയൊന്നുമില്ല ഇതിനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചോദിച്ച അനുദപിക്കാനുള്ള അവസരത്തെ നമ്മുടെ തെറ്റുകളെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും. അതുതന്നെയാണ് കായനും ചെയ്തത്. എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ. പക്ഷേ അനുദപിക്കാൻ വേറെ ഒരാളിനൊരു അവസരം കൊടുത്ത് അയാളോടും ചോദിച്ചു. അയാൾ യൂറിയായെ കൊന്നു, അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. അയാൾ അന്നത്തെ ഗതികെട്ട ജീവിതം കൊണ്ടാണ്. അയാളുടെ വൈഫൊക്കെ അയാളെ എതിർപ്പായിരുന്നു അയാളോട്, ദാവീദിനോട്. അയാൾ ഇസ്രായേലിന് വേണ്ടിയും ജീവമരണം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രായേലിന് വേണ്ടി നിലനിന്നതാണ്. കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ പലതുകൊണ്ടും അവഗണന, മോസസിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗണന ഇയാൾക്കുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് മുന്നിൽ കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് അവഗണന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അത് മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും. ദാവീദിന് അങ്ങനെ അവഗണന വന്നതാണ്. സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു. നീ രാജാവാണോ, തുണിയില്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം, നാളെ ഉണ്ടാതൊക്കെ അവർ ചോദിക്കുകയോട്. ഇയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ ബത്ശേബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകർഷണനായി. പിന്നെ അതെല്ലാം അബദ്ധമായിപ്പോയി. അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ അവയോടും ചോദിച്ചത്. പക്ഷെ ഇവനോട് ചോദിക്കുമ്പോൾ ഉത്തരം വ്യത്യസ്തമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് 2 സാമുവേൽ 12:9 എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നാഥാനിലൂടെയാണെന്നേ ഉള്ളു, എന്തുകൊണ്ട് നീ എന്റെ വചനം അനുസരിക്കാതെ ഈ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ്. പക്ഷെ ആ പാവപ്പെട്ടന്റെ ഉത്തരം കേട്ടെ, 2 സാമുവേൽ 12:10 അത് അവയുടെ ഉത്തരമല്ല, അത് കായന്റെ ഉത്തരമല്ല. അതാണ് ദാവീദ് എന്ന് പറയുന്നത്. അവന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി. ആ ചോദ്യം നീ എന്തുകൊണ്ട്, എന്താ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ യൗവയും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൻ ചെയ്യുന്നില്ല. കാര്യം, നമുക്ക് 8855 വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ്. അത് വാഗ്ദാനമാണ്. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാവ് പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫൺ ആക്കണില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്ക തകർന്ന് ചോദിക്കണതാണ്, എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത്? ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്തുകൊണ്ട് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല. ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ. അവ ചോദിച്ചില്ലേ, സർപ്പവനെ വഞ്ചിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ദാവീദിൽ, അത് പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട്
അത് പറയും. എന്താ ദാവീദ് പറഞ്ഞെന്ന് വെച്ചേ? 2 സാമുവേൽ 12:13. 2 സാമുവേൽ 12:13. ഞാൻ കർത്താവിനെതിരായി കണ്ട ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് സംഭവം. ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു, ഹവ്വായോടും പറയാമായിരുന്നു. കാര്യം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്നുള്ള വിഷയങ്ങളെല്ലാം. ഇവർ 2 കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. ഇവനോട് അവർ ക്ഷമ തൽക്ഷണം കിട്ടി. കണ്ടില്ലേ എന്താ കാര്യം? ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അതാണ് ഞാൻ ദാവീദ് പറഞ്ഞു. കർത്താവിനെതിരായി പാപം അംഗീകരിച്ച സംഭവം അത് വല്ലാത്ത നീതി. നമുക്ക് അനുതാപം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ്. അബദ്ധം പറ്റിയത് അംഗീകരിക്കുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ, ദൈവതിരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം. നിങ്ങളിന്ന് ഭാവിയിൽ എത്ര കേമന്മാരായാലും, എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു, കർത്താവിനെ കൈവിട്ട കാലം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകണം. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിൽ വളർത്തും. ദാവീദ് എന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതാണ് ദാവീദും കായേനും ദാവീദും ഹവ്വായും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദോട് പരിശുദ്ധാത്മാവ് പറയും, നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് കളയരുത് എന്നാണ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ്. കാര്യം തള്ളിക്കളയുക, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. കാര്യം അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത്. അതായത് ദാവീദ് എന്നിട്ട് ദൈവത്തോട് പറയും, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക. ആ വാഗ്ദാനം കിടക്കുന്നത് എവിടെയാണ്? 1 സാമുവേൽ 12:22 തന്റെ ഉത്കൃഷ്ട നാമത്തെ ഫോർ ഹിസ് ഗ്രേറ്റ് നെയിം സേക്ക്, തന്റെ ഉത്കൃഷ്ട നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ഫോർ ദ ലോർഡ് വിൽ നോട്ട് forsake his people. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അപ്പൊ നമ്മളെ ദൈവം ഇപ്പൊ നമ്മളെ പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിത്യജിക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ്. ഈ ഒരു പ്രൊവിഷനിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രാർത്ഥിക്കണത്? സങ്കീർത്തനം പ്രാർത്ഥിക്കണത് എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കർത്താവിൻ്റെ തിരുസന്നിധി തന്നെ ദാവീദിനെ നിലനിർത്തും. ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവീദിൻ്റെ അനുതാപം തന്നെയാണ്, പിന്നെ ദൈവസ്നേഹവും. കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരുടെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാം. കർത്താവിൻ്റെ തിരുസന്നിധി വ്യാപരിക്കാൻ, നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തെ നമ്മൾ കാണേണ്ടത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് കൂട്ടിക്കൽ ഇടവകയിൽ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് 25 വർഷമായിട്ട് ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒക്ടോബർ 18-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഡിസംബർ 23-ാം തീയതി പള്ളി വക എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ശരിയാവുകയും വീടിന് വേണ്ടി ഞങ്ങൾ കുറേ അതിലെതിലെയൊക്കെ പലരോടും അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പള്ളിവകയിൽ നിന്നും ആദ്യം ഞങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഇതിൽ വീട് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അന്വേഷണമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ വീട് പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ പുറകോട്ടാക്കി മാറ്റിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് കൊണ്ടാണ് വീണ്ടും പള്ളിവക ഇടപെട്ട് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ അവർ വീണ്ടും ചെയ്തു തന്നത്. 18-ാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും. ഡിസംബർ 23-ാം തീയതി വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്നിടുകയും ഫെബ്രുവരി 18-ാം തീയതി ഞങ്ങൾക്ക് കയറിത്താമസം നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് മൈഗ്രെയിൻ എന്ന തലവേദന, കൂടിയ തലവേദന എപ്പോഴും വരുമായിരുന്നു. ഒരു ശകലം വെയിൽ കൊള്ളാനോ യാത്ര ചെയ്യാനോ ഉറക്ക വിളയ്ക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥ. 10 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതാണത്. എൻ്റെ 4ാമത്തെ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന സമയം മുതൽ എനിക്ക് തുടങ്ങിയതാണ്. അത് തലവേദന വന്നാൽ എൻ്റെ ഞരമ്പെല്ലാം ഇവിടെ ഇങ്ങനെ തടിച്ച് ഈ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പോകുന്ന വേദനയായിരിക്കും. ഞാൻ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. എന്നിട്ട് ഞാനിവിടെ ജപമാല റാലി പങ്കെടുക്കാനായിട്ടും വന്നായിരുന്നു. കൃപാസനത്തിൽ നിന്നും നമ്മുടെ അർത്തുങ്കപ്പള്ളിയിലേക്കുള്ള നടന്നുള്ള ജപമാല റാലിയിൽ ഞാൻ ആ വെയിലും കൊണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഈ തലവേദനയുടെ കാര്യമൊന്നും ഓർത്തതേ ഇല്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്, എനിക്കിപ്പോൾ തലവേദന ഇല്ലല്ലോ എന്ന്. ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമല്ല ഈ തലവേദന കാര്യം. അതുകൊണ്ട് ഞാനതൊന്നും ഓർത്തുമില്ല. അത് കഴിഞ്ഞ് ഈ വെയിൽ കൊണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന് വീട്ടിൽ വരുമ്പോൾ തലവേദനയായിരിക്കും, ക്ഷീണമായിരിക്കുമല്ലോ, കെട്ടിയം വഴക്ക് പറയുമല്ലോ എന്നൊക്കെ ഓർത്തു. പുള്ളിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളും കൂടെയാണ്. അപ്പോൾ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ തലവേദന ഇല്ലെന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ കണ്ണെല്ലാം അടഞ്ഞ് കണ്ണൊക്കെ കിറങ്ങിയായിരിക്കും, കണ്ണൊക്കെ ചുമന്ന്. അന്ന് ഞാൻ നല്ല ഉഷാറായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കാലിൽ വെരിക്കോസിന് പ്രശ്നമുള്ളതാണ്. കുറച്ച് ദൂരം പള്ളിയിലോട്ട് പോലും ഞാനൊന്ന് നടന്നു പോയിട്ടുണ്ടെങ്കിൽ കാല് നീര് വെക്കും, ഞരമ്പ് വല്ലാതെ ഉരുണ്ട് തടിച്ച് വീർത്ത് വരും. എനിക്ക് ഈ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല സ്പീഡിൽ പറക്കുകയായിരുന്നു എൻ്റെ ഈ കാലും കൊണ്ട്. ഞാൻ നടന്ന ദൂരം പോലും ഞാൻ അറിഞ്ഞില്ല. ഒരു വേദനയോ നീരോ ഒന്നും വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കാലിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നടന്ന കാലാന്ന് പോലും പറയില്ല. അതുപോലെ എൻ്റെ കാലിനൊരു വേദനയില്ലാതെ മാതാവിനെ എടുത്ത് പറപ്പിക്കുമായിരുന്നു പള്ളിയിലോട്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല അവിടം വരെ എത്തിയത് എങ്ങനെയെന്ന്. വെരിക്കോസ് എൻ്റെ 2ാമത്തെ മകളെ ഗർഭിണിയായപ്പോൾ മുതലുള്ളതാണ്. അവൾക്കിപ്പോൾ 18 വയസ്സായി. 18 വർഷമായിട്ട് ഈ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുള്ളതായിരുന്നു. പിന്നെ
എനിക്ക് ഈ മാതാവിനെ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിനകത്ത് 4-5 വർഷം മുമ്പ് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ കണ്ടു. ആ സമയത്ത് ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് ഒത്തിരി മാതാവ് അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള ഓരോ ഇതല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എനിക്കിത് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. മാതാവിന് വേറെ പണിയൊന്നുമില്ല, ഇത് ചുമ്മാ മനുഷ്യർ പറയുന്നതെന്നേ ഞാൻ കരുതിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വീടിൻ്റെ വിഷമം വന്നപ്പം ഞാൻ ഈ യൂട്യൂബിനകത്ത് ഓരോ ലിങ്ക് തപ്പുമായിരുന്നു, ഓരോ ആതുരാലയങ്ങളൊക്കെ വീടുകൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തപ്പി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനം ഇങ്ങനെ കാണുന്നതും മാതാവിൻ്റെ ഫോട്ടോ വീണ്ടും ഞാൻ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ ഇതൊന്ന് നോക്കിയേക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നെ ജപമാല ഈ സമ്പൂർണ്ണ ജപമാലയൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു. പിന്നെ ഞാൻ ഓരോ ജോലിയും ചെയ്യുമ്പോൾ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് സമ്പൂർണ്ണ ജപമാല റാലി ഒരാഴ്ചയോളം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം പിന്നെ എനിക്കങ്ങോട്ട് ഇവിടെ വരണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. എന്നെ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെയായിരുന്നു. ഒരു ദിവസം രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. അത് എന്നെ ആരും ഇതുപോലെ അങ്ങനെ വിളിച്ചിട്ടില്ല. നല്ല കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരമുള്ളൊരു സ്വരത്തിലാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ഓർത്ത് എന്നെ ആരെ ഇത്രയും വെളുപ്പിനെ വന്ന് ഇവിടെ വിളിക്കാൻ, അങ്ങനെ അയലോക്കത്തൊന്നും ആരും വന്ന് വിളിക്കാനൊന്നും ഇല്ല. അപ്പം ഞാൻ ഓർത്ത് എന്നെ ആരെ വിളിക്കുന്നത്, പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്നെ ഇങ്ങനെ വെളുപ്പിനെ ആരോ വന്ന് വിളിച്ചു. അപ്പോഴേ ചേച്ചി പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ മാതാവാണ് വിളിച്ചത്, നീ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. നീ പോകണം, പോയി ഉടമ്പടി എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തതും. ഈശോയും അമ്മയും എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. ബിജി, ഞാൻ ചെടുക്കളം ഇടവകയിൽ നിന്നും, കണ്ണൂർ ജില്ലയിലെ ചെടുക്കളം ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് 28/3/2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്, കൃപാസനം പേപ്പറെല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഞാനത് വായിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് യൂട്യൂബിലൂടെയാണ് ഞാൻ കൂടുതലും കൃപാസനത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ മോന് 18 വയസ്സായിരുന്നു. അവന് ആംബ്ലിക്കസിലൂടെ ഇടയ്ക്ക് പഴുപ്പും ബ്ലഡും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേന് അവിടുന്ന് ഒരു ഓയിൽമെൻറ്റ് മാത്രം തരും, അത് തേക്കും, അപ്പോൾ കുറയും. കുറച്ച് കഴിഞ്ഞാൽ ആദ്യം അതുപോലെ തന്നെ വരും. അങ്ങനെ 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു MRI ചെയ്താൽ മാത്രമേ അതെന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മോനെ കൊണ്ട് ഞാൻ MRIക്ക് പോയി. MRI ചെയ്തപ്പോഴത്തേന് അത് ആംബ്ലിക്കസിൽ നിന്നും റെക്ടസിലേക്ക് ഒരു ടിഷ്യൂ ഉണ്ട്, അത് ചെറുതിലെ ക്ലോസ് ആകേണ്ടതാണ്, അത് ക്ലോസ് ആകാത്തതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അത് യൂറിനറി ബ്ലാഡറിലേക്ക് ചെല്ലുകയും അത് യൂറിൻ്റെ വേസ്റ്റൊക്കെ പുറത്തോട്ട് അതിലൂടെ വരികയും കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോനെ കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ വയറിൽ സൈത്ത് പൂശി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇതുവരെയും മോന് ആ രോഗം വന്നിട്ടില്ല. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അത് പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ അത് 6 മാസമായി, ഇതുവരെയും പിന്നീട് അങ്ങനെ ഒരു അസുഖം മോന് വന്നിട്ടില്ല. ഏശയ്യ 65:24 പറയുന്നു, വിളിക്കും മുമ്പേ ഞാനത് കേൾക്കും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് ഉത്തരമരുളും എന്ന് യേശയ്യാ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്. അതുപോലെ എനിക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് 2ാമത്തെ നിയോഗത്തിൽ വെച്ചായിരുന്നു മോൻ്റെ 15 വർഷമായിട്ടുള്ള അലർജി രോഗം. അലർജി വന്നു കഴിഞ്ഞാൽ മോന് ഭയങ്കര തുമ്മലായിരിക്കും, സ്കൂളിലൊക്കെ പോകാൻ പറ്റാതെ വരും, പനിയായിരിക്കും, പിന്നീട് പനിയും വരും. അപ്പം 10th പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൂടിയ സമയമാണ്. അപ്പോൾ മിക്കവാറും ദിവസം പാരസെറ്റമോൾ ഗുളിക കഴിച്ചാണ് അവൻ കോളേജിൽ 10th പോയിക്കൊണ്ടിരുന്നത്, പരീക്ഷയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് ഹോമിയോയും അലോപ്പതിയും ആയുർവേദവും മരുന്നും ഞാൻ മാറി മാറി കാണിക്കും. കുറച്ച് നാളത്തേന് കുറയും, പിന്നീട് അത് പിന്നെയും വന്നുകൊണ്ടിരുന്നു. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടിയിരിക്കുന്നു. അത് 2ാമത്തെ നിയോഗമായിരുന്നു. 3ാമത്തെ നിയോഗം, എൻ്റെ മോൻ്റെ കാലിൽ മുട്ടിന് ഒരു മുഴയും വേദനയും കൂടി ഒരു 10 വർഷമായിട്ടുള്ളതാണ്. അവന് മുട്ടുകുത്താനോ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുട്ടുകുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. ഇപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അത് കോളേജിൽ പോകുന്നതും ഇതുപോലെ ഞാൻ പോയി കഴിഞ്ഞ് വന്ന് നല്ല തിരക്കുള്ള ബസ്സിനായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേനും കാലിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും വരുന്നത്. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്കേ ലീവാണ്. കോളേജിൽ പകുതി ദിവസം പോകാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിക്കും, ഡോക്ടർ മരുന്ന് തരും. ഡോക്ടർ പറഞ്ഞത് ഒരു എല്ല് വളരുന്നതാണ്, അത് ആ കുട്ടികൾക്ക് ഒരു 22 വയസ്സ് വരെ ഉണ്ടാകും, അത് കഴിഞ്ഞാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അതും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുഴ ഇപ്പോൾ കാണാനില്ല. അവിടെ ഒരു വേദന പോലും, അത് തൊടാൻ പറ്റാത്ത വേദനയിലായിരുന്നു ആ മുഴയിരുന്ന്. അതിപ്പോൾ 1 മാസം കൊണ്ട് ആ സ്ഥലത്ത് ഒരു മുഴ പോലും, മുഴയും ഇല്ല, ഒരു വേദനയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം അവനുള്ളത്. അതായിരുന്നു എൻ്റെ 3ാമത്തെ നിയോഗം. പിന്നീട് ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു നിയോഗമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. മോന് ഇടയ്ക്ക് നടുവേദന വരുമായിരുന്നു. ആ നടുവേദന വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വേഗം ഡോക്ടറെ കാണിച്ചു, വേഗം തന്നെ മാറിക്കൊണ്ടിരുന്നു. പിന്നീട് 1 മാസം മുമ്പേ ഇപ്പം നടുവേദന വന്നു. ആ നടുവേദന വന്നിട്ട് അവന് ഒന്ന് കിടക്കാൻ പറ്റുന്നില്ല, നടക്കാനാവുകയില്ല, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അവൻ. ഡോക്ടറെ കാണിച്ചപ്പോഴത്തേന് എക്സ്റേ എടുത്തപ്പോഴത്തേന് അത് ഡിസ്കുകൾ 3 അകന്നിട്ടുണ്ടെന്നും അതിൽ ബൾജായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം അവൻ നടക്കാനോ, കുറച്ച് ദിവസത്തിന് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക. അപ്പം